അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് മനസ്സമാധാനത്തിന് വേണ്ടിയാണ്, സ്വസ്ഥതയ്ക്ക് വേണ്ടിയാണ്. സ്വസ്ഥമായൊരു ജീവിതം, മനസ്സമാധാനത്തോടു കൂടെയുള്ള ഒരു ജീവിതം, അതാണ് നമ്മുടെയൊക്കെ സ്വപ്നം. എന്നാൽ നമ്മുടെ മനസ്സമാധാനത്തെയും സ്വസ്ഥതയെയും കെടുത്തുന്ന ഒന്നാണ് കടമെന്നുള്ളത്. കടത്തെ ഇന്ന് പല ഓമനപ്പേരിലും വിളിക്കുന്നു, ലോണ് എന്ന പേരിൽ വിളിക്കുന്നുണ്ടെങ്കിലും സംഭവം നമ്മുടെ സ്വസ്ഥത, നമ്മുടെ മനസ്സമാധാനം നഷ്ടപ്പെടുത്തുന്നതാണ്. ആരും ഒരിക്കലും അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല കടമെടുക്കുന്നത്, മറിച്ച് നിവൃത്തികേട് കൊണ്ട് മാത്രമാണ് എല്ലാവരും മറ്റൊരാളുടെ കയ്യിൽ നിന്ന് കടമായി പണം വാങ്ങുന്നത്. ഇന്ന് ഭീമമായ സംഖ്യകൾ വ്യക്തികളുടെ കയ്യിൽ നിന്ന് കിട്ടാത്തത് കൊണ്ട് തന്നെ വലിയ വലിയ ബാങ്കുകളെയും അതിലും വലിയ ഫൈനാൻസ് കമ്പനികളെയും നമ്മൾ സമീപിക്കുമ്പോൾ അവർ അതിനിട്ട ഓമന പേരാണ് ലോണ്. സംഭവം എന്തു തന്നെയായിരുന്നാലും നമ്മുടെ ഉറക്കം കെടുത്തുന്നതാണ്. കടം വാങ്ങുന്ന ആവശ്യം എന്താണോ അത് തീർന്നു കഴിഞ്ഞാൽ പിന്നീടത് തിരിച്ചടക്കാനുള്ള കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ ടെൻഷൻ അടിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. ഒരു 10 ആളെ നമ്മൾ എടുത്താൽ അതിൽ 7 ആളുകൾ അല്ലെങ്കിൽ 6 ആളുകളും കടമുള്ളവരായിരിക്കും. അതിൽ തന്നെ ഭീമമായ സംഖ്യ കടമുള്ളവരുണ്ടാകും, ചെറിയ സംഖ്യ കടമുള്ളവരുണ്ടാകും. ഏതായിരുന്നാലും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കടങ്ങളില്ലാത്ത ജീവിതം അത് ഏറ്റവും സന്തോഷകരമായ ജീവിതമാണ്. ലോൺ എടുത്ത വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഓരോ മാസവും അതാത് മാസത്തെ EMI അടച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് ടെൻഷനാണ്. അടുത്ത മാസത്തെ അടവിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് അദ്ദേഹം ടെൻഷൻ അടിക്കുന്നു. മാസം 15-ാം തീയതി 20-ാം തീയതി ഒക്കെ ആകുമ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ടെൻഷൻ വർദ്ധിക്കുന്നു. കാരണം അടുത്ത മാസം ഇങ്ങെത്താറായി. അടുത്ത മാസത്തെ EMI അടക്കാനുള്ള പണം കണ്ടെത്തുന്നത് വരെ അദ്ദേഹത്തിന് സ്വസ്ഥതയില്ല. ഇതേ രൂപത്തിൽ തന്നെ ഓരോ മാസങ്ങളും കഴിഞ്ഞു പോകുന്നു. നമ്മുടെ നാട്ടിൽ ഒരു വ്യക്തി ഒരു പുതിയ ബിസിനസ് ആരംഭിച്ചു, അല്ലെങ്കിൽ ഒരു പുതിയ വാഹനമെടുത്തു, അല്ലെങ്കിൽ ഒരു പുതിയ വീടെടുത്താൽ കാണുന്ന വ്യക്തി ഒറ്റ മാത്രയിൽ, ആദ്യത്തെ മാത്രയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചിന്തിക്കുന്നത് ആ കാണുന്നത് ലോണാണ്. കയ്യിലുള്ള പണം കൊണ്ട് വീടെടുക്കുന്ന അല്ലെങ്കിൽ വാഹനമെടുക്കുന്ന അതല്ലെങ്കിൽ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവർ ഇല്ല എന്ന് തന്നെ പറയാം. വളരെ റെയറാണ്. ഏതൊരു പുതിയ വീട് നമ്മൾ കണ്ടാലും ഉടനെ തന്നെ ഇന്ന് ഒന്നും അറിയാത്ത വ്യക്തി പോലും പറയുന്നത് ലോണാണ് കാണുന്നത്. 30 ലക്ഷം അല്ലെങ്കിൽ 35 ലക്ഷം ആ ലോൺ എടുത്ത പണം അദ്ദേഹം തീർക്കാൻ വേണ്ടിയിട്ട് ജീവിതകാലം മുഴുവനും അദ്ദേഹം നരകിക്കുന്ന ഒരു കാഴ്ച. പഴയ കാലങ്ങളിൽ കയ്യിലുള്ള പണം കൊണ്ടായിരുന്നു ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ഒരു പുതിയ വാഹനം എടുത്തിരുന്നത്, അല്ലെങ്കിൽ ഒരു വീട് വച്ചിരുന്നത്. എന്നാൽ ഇന്ന് കാലം മാറി, മനുഷ്യൻ്റെ ചിന്താഗതികളും മാറി. കിട്ടാൻ പോകുന്ന പണം കണ്ടുകൊണ്ടാണ് അദ്ദേഹം വാഹനമെടുക്കുന്നത്. എനിക്ക് 20,000 25,000 രൂപ സാലറിയുള്ള ഒരു ജോലിയുണ്ട്, എനിക്കൊരു വീട് വെക്കണം, അല്ലെങ്കിൽ എനിക്കൊരു വാഹനം വാങ്ങണം. ഒരു വീട് വെക്കാൻ മിനിമം ഒരു 25 ലക്ഷം രൂപ ഞാൻ ലോൺ എടുക്കുന്നു. ആ 25 ലക്ഷം രൂപയുടെ അടവ് മാസാമാസമുള്ള തിരിച്ചടവ് എൻ്റെ കിട്ടുന്ന സാലറിയിൽ നിന്ന് 10,000-ഓ 15,000-ഓ ഞാൻ കൊടുക്കാം, ബാക്കി എൻ്റെ ജീവിത ചെലവുകൾക്കും എടുക്കാം. ഇങ്ങനെ പല കണക്കുകൂട്ടലുകളും നടത്തിക്കൊണ്ടാണ് അദ്ദേഹം ബാങ്കിനെ സമീപിക്കുന്നത്, വലിയ സംഖ്യ അദ്ദേഹം കടമെടുക്കുന്നത്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഏതെങ്കിലും ഒരു മാസം എന്തെങ്കിലും തരത്തിലുള്ള ഒരു പെട്ടെന്നുള്ള ഒരു ബുദ്ധിമുട്ട് പ്രയാസം വന്നാൽ, ഒരു ഹോസ്പിറ്റൽ, ഉദാഹരണമായിട്ടൊരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ പ്ലാനിങ്ങുകൾ മുഴുവനും താളം തെറ്റുന്നു. വീണ്ടും കടമെടുക്കേണ്ട അവസ്ഥ, EMI അവിടെ മുടങ്ങുന്നു. അങ്ങനെ പല പ്രയാസങ്ങളും അദ്ദേഹം നേരിടേണ്ടി വരുന്നു. ഇതെന്തുകൊണ്ടാണ്? സാമ്പത്തിക ഭദ്രതയില്ലാത്തത് കൊണ്ടാണ്. കയ്യിലുള്ള പണം കൊണ്ട് നമ്മൾ ജീവിക്കുക. ഒരിക്കലും കിട്ടാൻ പോകുന്ന പണം, അത് സാലറി ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും കയ്യിൽ നിന്ന് കിട്ടാനുള്ളതായിക്കോട്ടെ, കിട്ടാനുള്ള പണം കണ്ടുകൊണ്ട് നമ്മൾ ഒന്നിനും നമ്മൾ ഇറങ്ങിത്തിരിക്കരുത്. കയ്യിലുള്ള പണം കൊണ്ട് ആ പണത്തിൽ ഒതുങ്ങുന്ന വാഹനം,
ആ പണത്തിൽ ഒതുങ്ങുന്ന വീട്, ആ പണം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് മാത്രം നമ്മൾ ആലോചിക്കുക, അതിന് മാത്രം നമ്മൾ ഇറങ്ങിത്തിരിക്കുക. ഏതായിരുന്നാലും ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. ഒരു മനുഷ്യനെ ഉറക്കം കെടുത്തുന്ന, അവൻ്റെ മനസ്സമാധാനം നശിപ്പിക്കുന്ന ഒന്നാണ് കടമെന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ കടങ്ങൾ വീട്ടാൻ ഏറ്റവും ഉപയുക്തമായ, ഏറ്റവും അനുയോജ്യമായ ഒരു ദിക്ർ, നമ്മുടെ എല്ലാ കടങ്ങളും തീർന്നു കിട്ടും. ഈ ഒരൊറ്റ ദിക്ർ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കിയാൽ എത്ര വലിയ കടമുള്ളവനായിക്കോട്ടെ, എത്ര ലക്ഷങ്ങളല്ല കോടികൾ തന്നെ നിങ്ങൾക്ക് ലോണുണ്ട്, ആ ലോൺ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ക്ലോസ് ചെയ്തുകൊണ്ട് മനസ്സമാധാനത്തോടു കൂടെയുള്ള ഒരു ജീവിതമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ളതാണ് ഈ ദിക്ർ. ഈ ദിക്ർ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. ഈ ദിക്ർ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ ചൊല്ലുക, പതിവാക്കുക. ആ ദിക്ർ മറ്റൊന്നുമല്ല, ഹദീസുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും, ഒരുപാട് മഹത്വമുള്ള, ഒരുപാട് ഫലമുള്ള ഒരു ദിക്റാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഇത് കേവലം ബാങ്ക് വിളിക്കുന്ന സമയത്ത്, ഹയ്യാല സ്വലാ എന്ന് പറയുന്ന സമയത്ത് മാത്രം നമ്മൾ ചൊല്ലി വന്ന ഒരു ദിക്റാണ് എങ്കിൽ നമുക്ക് തെറ്റി. ഇതിൻ്റെ പിന്നിൽ, ഈ ഒരു ദിക്റിൻ്റെ പിന്നിൽ ഒരുപാട് മഹത്വങ്ങളുണ്ട്. നിരവധി ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും, പല മഹാന്മാരും ഈ ഒരു ദിക്റിനെ മാത്രം അവലംബിച്ചുകൊണ്ട്, ഈ ദിക്റിൻ്റെ ഫളായിലുകൾ മാത്രം പറയുന്ന കൂട്ടത്തിൽ അവരൊക്കെയും ഏകകണ്ഠമായി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എത്ര വലിയ കടങ്ങളുണ്ടെങ്കിലും എന്നെക്കൊണ്ട് ഇത് വീട്ടാൻ കഴിയില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന കടങ്ങൾ പോലും ഈ ദിക്ർ നിങ്ങൾ പതിവാക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കടങ്ങൾ വീടും, നഷ്ടപ്പെട്ട മനസ്സമാധാനം നിങ്ങൾക്ക് തിരിച്ചു കിട്ടും എന്ന ഒരു ഉറപ്പോടുകൂടി ആ ദിക്ർ നമ്മൾ ചെല്ലുന്ന സമയത്ത് നമ്മുടെ കൽബിലുള്ള നെയ്യത്ത്, ഇതെൻ്റെ കടങ്ങൾ തീർന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ദിക്ർ ചെല്ലുന്നത് എന്ന ഉറച്ച നെയ്യത്തോടുകൂടെ, ആത്മാർത്ഥതയോടുകൂടെ ഈ ഒരൊറ്റ ദിക്ർ നിങ്ങൾ ദിവസവും ഇത്ര എണ്ണമെന്ന് പതിവാക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഒഴിവുള്ള സമയങ്ങളിൽ മുഴുവനും ഈ ദിക്ർ നിങ്ങൾ പതിവാക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ ഈ ദിക്ർ ഒരു കാരണമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല കടങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ രക്ഷിക്കുമാറാകട്ടെ. കടക്കാരാക്കി അല്ലാഹു നമ്മെ മരിപ്പിക്കാതിരിക്കട്ടെ. അതുപോലെ തന്നെ എല്ലാ കടങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.